രാജീവ്, ഈ ആദ്യഘട്ടത്തിലുള്ള തെളിവ് സമാഹരണം പൂർത്തിയായതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു SIT ഉണ്ടായിരുന്നത്. അതനുസരിച്ച് മിക്കവാറും തെളിവുകൾ SITയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ ലഭ്യമാണോ? നിലവിൽ ഈ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം വിജിലൻസ് SP, അതായത് അന്ന് ദേവസ്വം വിജിലൻസിൻ്റെ SP ആയിരുന്നു സുൽകുമാർ ഉൾപ്പെടെയുള്ളവരെ പ്രത്യേക അന്വേഷണ സംഘം അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഈ ഉത്തരവിൻ്റെ പകർപ്പ് ഹൈക്കോടതി നൽകിയതിന് ശേഷം ഈ SIT നേരെ ചെയ്തത് ഈ വിജിലൻസ് SPയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്ന് വിശദാംശങ്ങൾ തേടുക എന്നതാണ്. അതായത് ഇതിൻ്റെ ഏകദേശം രേഖകളൊക്കെ വിജിലൻസ് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ആ രേഖകൾ ഇപ്പോൾ SITയുടെ കൈവശമുണ്ട്. അത് ഈ സ്മാർട്ട് ക്രിയേഷൻസിലും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സന്നിധാനത്തും എത്തി ഒത്തുനോക്കുക എന്നതായിരുന്നു ആദ്യമായി SIT ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റും അതുപോലെ ചോദ്യം ചെയ്യുന്നതും ഇത്രയും നീണ്ടത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെ രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഉടൻ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിൽ മാത്രമേ ഈ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താൻ കഴിയൂ. സന്നിധാനത്തേക്ക് എത്തിക്കണം, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയൊക്കെയാണ് ഈ ചെമ്പുപാളികളും അതുപോലെ സ്വർണ്ണപ്പാളികളുമൊക്കെ കൊണ്ടുവന്ന പ്രദർശന വസ്തുവാക്കിയത് എന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയാക്കണം. ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം നടപടികളാണ് ഇനി പൂർത്തിയാക്കാൻ ഉള്ളത്. കോടതിയിൽ ഹാജരാക്കുക എന്നതാണ് ഇനി അടുത്ത നടപടി. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷം അടുത്തത് എന്ത് എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അറസ്റ്റിലാകുന്നത് ആര്? അതിൽ ഏറ്റവും പ്രധാന സ്ഥാനത്ത് നിൽക്കുന്നത് അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ആളാണ്. മുരാരി ബാബു ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന ആളുണ്ട്. അങ്ങനെ പലരെയും ഇനി അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. അവരെയും ഉടൻ തന്നെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനുശേഷമാകും ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും ഈ അന്വേഷണം പോവുക. ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഏതായാലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണോ എന്ന കാര്യം പരിശോധിക്കുക. ഏതായാലും അന്ന് പ്രസിഡന്റായിരുന്ന പത്മകുമാർ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പത്മകുമാറിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ രീതിയിലുള്ള വെളിപ്പെടുത്തൽ മൊഴിയൊക്കെ നൽകുകയാണെങ്കിൽ അത് പത്മകുമാറിനെ കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കും. പത്മകുമാറിൻ്റെ അറസ്റ്റ് അനിവാര്യമാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിനൊപ്പമാണ് എങ്ങനെയാണ് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി പരിചയം, മുഖ്യമന്ത്രിയുമായി ഉൾപ്പെടെ പരിചയം എങ്ങനെയാണെന്നുള്ള കാര്യത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തത വരുത്തുകയാണെങ്കിൽ അതും സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ ഇടപെടൽ, ഹൈക്കോടതിയുടെ നിരീക്ഷണം, അതുമാണ് അന്വേഷണ സംഘത്തിനെ ഇപ്പോൾ ഇത്ര വേഗം നടപടികളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്. 10 ദിവസത്തിനകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പ്രാഥമികമായി രേഖപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ നടപടികൾ ഇപ്പോൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ SITയുടെ നീക്കം എന്താകും എന്നത് വളരെ നിർണായകമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് അയാൾക്ക് ശബരിമലയിൽ ഈ രീതിയിൽ കടന്നു കയറി കട്ടളപ്പാളികളും സ്വർണ്ണപ്പാളികളും ഒക്കെ കൊണ്ടുപോയി സ്വർണം കവരാൻ കഴിഞ്ഞത്? അതിനാരൊക്കെ കൂട്ടുനിന്നു എന്നത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങളും വളരെ നിർണായകമാകും. നീലിമ. രാജീവ്, അങ്ങനെ ചോദ്യമുനയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴുള്ളത്. ആരൊക്കെ ഇനി കുടുങ്ങാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരണം. കാരണം രാജീവ്, നമ്മൾ 2 ദിവസം മുമ്പ് നൽകിയ വാർത്ത തന്നെ വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി ഇളക്കുന്നതിന് മുൻപ് ശബരിമലയിൽ എത്തുന്നത് ഫെബ്രുവരിയിലാണ്, 2019 ഫെബ്രുവരിയിൽ. ആ സമയം എന്ന് പറയുന്നത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതീവ സുരക്ഷയിൽ സന്നിധാനവും ശബരിമലയും പരിസര പ്രദേശങ്ങളും നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് അതീവ സുരക്ഷിതനായി ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തെത്തി ഈ പറയുന്ന കട്ടിലപ്പടിയുടെയും അതുപോലെ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ പീഠത്തിൻ്റെയും ഒക്കെ അളവെടുക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായ രാഷ്ട്രീയ പിന്തുണ, ഉദ്യോഗസ്ഥ പിന്തുണ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് ആ സമയം മുതൽ. അപ്പോൾ ആരൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം നൽകി അത്തരത്തിൽ സഹായിച്ചത്? അവരും ഇതുപോലെ വളരെ കൃത്യമായി ഇതിൻ്റെയൊക്കെ ലാഭം പങ്കിട്ടെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആരൊക്കെയാണ് ഇനി കുടുങ്ങാൻ പോകുന്നത് എന്ന വലിയ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ അവശേഷിക്കുന്നത്. രാജീവ്.
നിലമ ഈ ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ ദേവസ്വം വിജിലൻസിൽ മുൻപുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രസക്തമാണ്. കാരണം ശബരിമലയിലെ ആഭരണങ്ങളുടെ അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് പോയ സ്വർണത്തിന്റെ വിപണി മൂല്യം വെച്ചിട്ട് അതൊരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ശബരിമലയ്ക്കുള്ളത് ഒരു വിപണി മൂല്യമല്ല. ശബരിമലയ്ക്ക് ഭക്തി എന്ന് പറയുന്ന ഒരു വലിയ ഒരു പവിത്രത അല്ലെങ്കിൽ അത്തരമൊരു സംഭവത്തിലാണ് ശബരിമല നിൽക്കുന്നത്. അതുതന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ ആയുധമാക്കി മാറ്റിയതും കച്ചവടം ചെയ്തതും എന്നതാണ്. അവിടെയാണ് നമ്മൾ ഈ സംഭവങ്ങളെ കൂട്ടി വായിക്കേണ്ടത്. ഒരുപക്ഷെ ഈ സ്വർണ്ണത്തിന് കിട്ടിയ വില എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് അദ്ദേഹത്തിന് പല സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകാനുള്ള അവസരം ചെയ്തു കൊടുക്കുന്നു. അതാര് ചെയ്തു നൽകി എന്നതാണ് ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനാണ് ഇനി അന്വേഷണ സംഘത്തിന് മറുപടി വേണ്ടത്. പിന്നെ 2019 ഫെബ്രുവരിയിൽ ഈ ശബരിമലയിലേക്ക് ഈ നിയന്ത്രണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് എത്താൻ ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ അനുമതി നൽകി, അതിന് ആരാണ് അവർക്ക് പ്രേരണ നൽകിയത്, അല്ലെങ്കിൽ ഈ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വേണം. കാരണം ഫെബ്രുവരിയിലാണ് ഈ തൃശ്ശൂർ സ്വദേശിയായ വ്യക്തിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുന്നതും ഈ അളവുൾപ്പെടെ രേഖപ്പെടുത്തി തിരിച്ചു പോകുന്നതും. അതിനുശേഷം പിന്നെ വരുന്നത് ഈ കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അത് വരുന്നത് തൊട്ടടുത്ത മാസമാണ്. 2019 മാർച്ചിൽ തന്നെ അവിടെ എത്തി ഈ കട്ടളപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഈ കട്ടളപ്പാളികൾ കൊണ്ടുപോയിട്ടും തീരുന്നില്ല. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം കൂടി കഴിയുമ്പോഴാണ് ജൂലൈ മാസത്തിൽ 2019 ജൂലൈ മാസത്തിൽ വീണ്ടും അവിടേക്ക് എത്തുന്നു. അവിടുന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോവുകയാണ്. ഈ കൊണ്ടുപോയതിനു ശേഷം തിരിച്ചെത്തുന്നത് സ്വർണ്ണത്തിൽ വലിയ കുറവ് വരുന്നു. ഈ കുറവ് വന്നതിന് ശേഷം പോലും അത് മഹസറിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അപ്പോൾ ആരൊക്കെ ഇതിന് കൂട്ടുനിന്നു? എന്തുകൊണ്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഈ മഹസറിൽ ഇത് രേഖപ്പെടുത്തിയില്ല? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ അനങ്ങിയില്ല? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഈ തെളിവുകൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി ഇപ്പോഴത്തെ അന്വേഷണം ഈ ഉന്നതരിലേക്ക് എത്തുമോ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് വെളിപ്പെടുത്തൽ നടത്തുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ അന്വേഷണം അതിലേക്ക് പോകാനുള്ള സാധ്യത ഒരു കാരണവശാലും ഇല്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുന്നതും ഈ കട്ടളപ്പാളികളും സ്വർണ്ണപ്പാളികളും ഒക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പരമാവധി ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ മാത്രമാക്കി ഒതുക്കി അവസാനിപ്പിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാം. അതുകൊണ്ടാണ് ഈ അന്വേഷണം അല്ല വേണ്ടത്, കേന്ദ്ര അന്വേഷണമാണ് വേണ്ടതെന്ന ആവശ്യം ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല 3 സംസ്ഥാനങ്ങളിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ശബരിമലയിലെ ഈ കട്ടളപ്പാളികളെയും സ്വർണ്ണപ്പാളികളെയും ഒക്കെ കച്ചവട ചരക്കാക്കിയായിരുന്നു നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് താഴെത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ വരെ കൂട്ടുനിന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറിഞ്ഞിട്ടും അക്കാര്യത്തിൽ മൗനം പാലിച്ചു. സർക്കാർ സംവിധാനങ്ങൾ അറിഞ്ഞിട്ടും അക്കാര്യത്തിൽ മൗനം പാലിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കാര്യം കൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ചില ഉദ്യോഗസ്ഥരിലോ മാത്രമായി ഈ സംഭവം ഒതുക്കി തീർക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തിയാൽ മാത്രമായിരിക്കും മറ്റുള്ള സംഭവങ്ങളിലേക്ക് ഈ അന്വേഷണം പോകാനുള്ള സാധ്യത. അല്ലെങ്കിൽ പരമാവധി ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി അന്വേഷണ സംഘം 6 ആഴ്ച കഴിയുമ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഹൈക്കോടതി ഏതായാലും ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഇതുവരെയുള്ള നിലപാടുകൾ വളരെ ആഹ്ലാദകരമാണ്. അല്ലെങ്കിൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് പറയും എന്നുള്ളതും വളരെ നിർണായകമാണ്. ഇപ്പോൾ പ്രജിത്തിലേക്ക് കൂടി പോകുകയാണ്. പ്രജിത്ത്, തിരുവനന്തപുരത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൽ നിന്നും അത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സാധ്യതകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. കാരണം അതീവ രഹസ്യമായി തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ നടപടികളുമായി പ്രത്യേക അന്വേഷണ സംഘം പോകുന്നത്. കാരണം കോടതിയിൽ നിന്നുള്ള കർശന നിർദ്ദേശമുള്ളതിനാൽ ആ രീതിയിൽ അധിക വിവരങ്ങൾ പുറത്തുവിടാത്തൊരു സാഹചര്യമുണ്ട്. മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോടോ അധിക വിവരങ്ങൾ ഈ പറയുന്ന രീതിയിൽ പ്രത്യേക അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നില്ല. ഇനി ഈ ഓരോ അന്വേഷണത്തിൻ്റെയും പുരോഗതി അത് ഇത്ര ദിവസത്തിനുള്ളിൽ 10 ദിവസത്തിനുള്ള അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗം ഇത്തരത്തിലൊരു കസ്റ്റഡി എടുക്കലും അത് ഇന്ന് പുളിമാത്തിലെ വീട്ടിലെത്തുന്നു. അവിടെ കൊച്ചിയുടെ അമ്മ മാത്രമായിരുന്നു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പോലും പറയാതെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച്. അല്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒന്ന് പറയാൻ കഴിയുന്ന തിരുവനന്തപുരത്തെ പോലീസിൻ്റെ ഏതോ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ കേസിൻ്റെ കോടതി നടപടികൾ നടക്കേണ്ടത് പത്തനംതിട്ട റാന്നി കോടതിയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ
പക്ഷേ ഒരു വിദൂര സാധ്യത മാത്രം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയിരിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണ സംഘം എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി എല്ലാവരും ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ അന്വേഷണത്തിൽ ഈ ഗൂഢാലോചന അടക്കം തെളിഞ്ഞ സാഹചര്യത്തിൽ തെളിവുകൾ നശിപ്പിക്കാനൊക്കെയുള്ള സാഹചര്യം ഈ പുറത്തു നിൽക്കുന്ന ഈ സ്വർണ്ണത്തട്ടിപ്പിൽ പങ്കാളികളായ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ളത് ഒരു വാസ്തവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു എല്ലാ സംശയവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാൻ വൈകുന്നു എന്നുള്ളൊരു ചോദ്യം പൊതുജനങ്ങളും മാധ്യമങ്ങളും എല്ലാം ഉയർത്തിക്കൊണ്ടിരുന്നത്. ഈ അന്വേഷണത്തിന്റെ ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ രീതിയിൽ വളരെ പെട്ടെന്ന് അത് അപ്രതീക്ഷിതമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി എടുക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ആ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നു, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്നു എന്നുള്ളത്. ഇനി ഈ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ, അതോ അത് അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഒരുപക്ഷേ ഈ ഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി എടുത്ത SIT നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് വളരെ ദുർലഭമായി മാത്രമാണ്. അതുകൊണ്ട് തന്നെ പല വിവരങ്ങളും കൃത്യസമയത്ത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് മാത്രമാണ് മാധ്യമങ്ങൾ പോലും ഈ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ജനൻ പോലും കൃത്യമായി ഈ രീതിയിൽ വിവരങ്ങൾ ആദ്യം ലഭ്യമാകുന്നത് നമുക്ക് തന്നെയായിരുന്നു. നമ്മൾ പോലും കൃത്യമായി അറിയുന്നത് 1 മണിക്കൂർ മുൻപ് മാത്രമാണ്. അപ്പോൾ അത്രയും നേരമെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഈ കസ്റ്റഡിയെടുപ്പ് രഹസ്യമാക്കി വെക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞൊരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ പോറ്റി തിരുവനന്തപുരത്തെ പോലീസിൻ്റെ ഏതൊരു രഹസ്യ കേന്ദ്രത്തിൽ, പോലീസിൻ്റെ ക്ലബിലോ അല്ലെങ്കിൽ SAP ക്യാമ്പ് പോലുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലോ ആ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയിരിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിലുണ്ട്. എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ, അതും കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യൽ വളരെ നിർണായകമായിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. പ്രജിത്ത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഈ സ്വർണ്ണക്കവർച്ചയിൽ പങ്കാളിത്തമുള്ള പലരുടെയും പേരുകൾ പുറത്തു വന്നിരുന്നല്ലോ. അതിൽ 2 പേരുടെ പേരുകൾ, കൽപേഷ്, ഗോവർദ്ധൻ എന്നൊക്കെ പറയുന്ന പേരുകൾ, പുതിയ അവതാരങ്ങളൊക്കെ ഇങ്ങനെ രൂപം കൊള്ളുന്ന സാഹചര്യമുണ്ടായി. ഇവരിലേക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ SITയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇതിൽ SITക്ക് മുന്നോട്ട് പോകേണ്ടത് ഒരു വലിയ ഭഗീരഥ പ്രയത്നം തന്നെ ഇതിന് പിന്നിലുണ്ട്. കാരണം ഒന്ന്, ഈ ദേവസ്വം ബോർഡിൽ നിന്ന്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഈ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ അത് തീരുമാനിക്കുന്ന സമയം മുതൽ അതിനൊപ്പം തന്നെ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റിയവരടക്കം എല്ലാവരെയും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിൽ, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വിജിലൻസ് പരാമർശിച്ചിരിക്കുന്ന ആ പേരുകൾ, അവരുടെ ഓരോരുത്തർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ബന്ധം കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനുവേണ്ടി എന്തൊക്കെ രേഖകളിൽ കൃത്രിമത്വം വരുത്തി എന്നുള്ളതിനൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന 20-ാം തീയതി ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി പിന്നീട് 29-ാം തീയതി സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുന്നത് വരെയുള്ള കാലതാമസമുണ്ടായ സാഹചര്യം, അത് എവിടെ എത്തിച്ചിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ ഉരുക്കി മാറ്റിയതെന്നടക്കമുള്ള ചോദ്യങ്ങൾ, പിന്നീട് പുതിയ സ്വർണ്ണപ്പാളികൾ, പുതിയ ചെമ്പുപാളികൾ അത് ക്രിയേറ്റ് ചെയ്യുന്നതും, പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന തിരിമറികൾ, ഇങ്ങനെ വലിയ ഒരു കൃത്യമായ ഒരു അന്വേഷണം അതിൻ്റെ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെ വരേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ദേവസ്വം ബെഞ്ച് കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ അന്വേഷണങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ലാഗ്, ഒരു വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും ദിവസം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ആദ്യ വിവരങ്ങൾ അത് കോടതി അറിയിക്കേണ്ട ബാധ്യത ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടി ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ചായിരിക്കും ഹൈക്കോടതിയിലേക്ക്, ദേവസ്വം ബെഞ്ചിലേക്ക് ആദ്യ റിപ്പോർട്ട് നൽകുക. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തുടരന്വേഷണവും നടത്തുക. തുടർന്ന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം സസ്പെൻഷനിലായിരിക്കുന്ന ബുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അവരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കടക്കണം. അതോടൊപ്പം തന്നെ അന്ന് ഈ ദേവസ്വം ബോർഡിലെ ഉന്നതരെ ചോദ്യം ചെയ്യുമോ എന്നുള്ള നിർണായകമായ കാര്യമുണ്ട്. പ്രത്യേകിച്ച് അന്ന് ഈ ദേവസ്വം കമ്മീഷണർ വാസുവിനടക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ പുതിയ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യം. ഇപ്പോൾ സ്വാഭാവികമായും ഇവരെയെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊണ്ടുവന്നേ കഴിയുകയുള്ളൂ. ഇവരുടെ ഓരോരുത്തരുടെയും പങ്ക് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കേണ്ട സാഹചര്യവുമുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്ന ആളുകളും തമ്മിലുള്ള ബന്ധം അത് കൃത്യമായി തെളിയിക്കേണ്ടതുണ്ട്. അവർക്ക് ഈ പറയുന്ന ഗൂഢാലോചനയുള്ള പങ്ക് എത്രത്തോളമാണ് എന്നുള്ളത് കോടതി അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലെല്ലാം കൃത്യമായ പരിശോധന നടത്തേണ്ടത്